ഹലോ. അപ്പം ഇന്ന് നമുക്ക് നല്ലൊരു നാടൻ നെയ്യപ്പത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പം ഇതിൽ നമ്മൾ തേങ്ങയും ചോറും പാടെ അരിയുടെ കൂടെ ചേർത്തിട്ട് തയ്യാറാക്കേണ്ട നെയ്യപ്പാണ്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. മൈദ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്താതെയാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ കണ്ടല്ലോ, അരികുവശമൊക്കെ നല്ല മുരിഞ്ഞിട്ട് നടുവശം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നാടൻ നെയ്യപ്പം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകേണ്ടതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നെയ്യപ്പം തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം ശർക്കരപ്പാനി തയ്യാറാക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് 250 ഗ്രാമോളം ശർക്കര എടുത്തിട്ടുണ്ട്. അത് ഞാനൊരു കപ്പിൽ പൊടിച്ചിട്ട് ഒരു കപ്പിൻ്റെ അളവിൽ കാണിച്ചു തന്നതാണ്. അതൊരു കപ്പ് നിറയുണ്ട്, 250 ml കപ്പിന് കേട്ടോ. ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിക്കാം. വെള്ളം ഒരിക്കലും കൂടിപ്പോവരുത്. നമ്മളിത് തയ്യാറാക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാലേ നമുക്ക് നല്ല പെർഫെക്റ്റ് നെയ്യപ്പം കിട്ടുള്ളൂ. അപ്പോൾ അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് പാനിയാക്കി എടുക്കാം. അപ്പോൾ അതിവിടെ തിളച്ച് എല്ലാ ശർക്കരയൊക്കെ ഉരുകി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ കട്ടിയിൽ തന്നെ ഉണ്ടാവട്ടെ ശർക്കരപ്പാനി. അപ്പോൾ നമ്മൾ വെള്ളം കൃത്യമായിട്ട് തന്നെ ഒഴിക്കണം. ഇനി ഇതിലേക്ക് പച്ചരിയാണ് എടുത്തിട്ടത് ഉള്ളത്. അപ്പോൾ ഈ 250 ml കപ്പിന് 1.5 കപ്പ് പച്ചരിയാണ്. അത് നല്ലവണ്ണം തന്നെ കഴുകിയിട്ട് മിനിമം ഒരു 5 മണിക്കൂറെങ്കിലും കുതിരാനായിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് കുതിർന്നിട്ട് വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതൽ സമയം നമ്മൾ കുതിർത്തിയാൽ നമുക്ക് അരച്ചെടുക്കാൻ എളുപ്പമാണ്. അപ്പം ഞാൻ അത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ മിക്സിൻ്റെ ജാറ് വലിയ ജാറായതുകൊണ്ടാണ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇല്ലാണ്ടെങ്കിൽ നിങ്ങൾ എല്ലാതും പകുതിയാക്കിയിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 3/4 കപ്പ് ചോറാണ് ചേർത്തി കൊടുത്തിട്ടുള്ളത്. പിന്നെ 1/2 കപ്പ് തേങ്ങയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ അളവ് കൃത്യമായിട്ട് തന്നെ ചേർത്തണേ, കൂടി പോവരുത്. പിന്നെ ഇതിലേക്ക് ഒരു 4 ഏലക്ക കേട്ടോ, ചെറുതായുണ്ട് 4 ഇല്ലാണ്ടെങ്കിൽ ഒരു 3 ചേർത്തിയാൽ മതി. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 നുള്ളു ഉപ്പും പാടെ ചേർത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ശർക്കരപ്പാനി തണുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. അപ്പം ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ മിക്സിയിൽ പകുതിയാണെങ്കിൽ കുറച്ച് ഒഴിച്ചിട്ട് അങ്ങനെ അരച്ചെടുക്കുക കേട്ടോ. അങ്ങനെ നല്ലവണ്ണം തന്നെ അത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇത് നമുക്ക് അരച്ചത് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആ മിക്സിൻ്റെ ജാറിൽ കുറച്ച് വെള്ളം പാടെ കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് അതും പാടെ കൂട്ടിയിട്ട് നല്ലവണ്ണം തന്നെ മിക്സ് ചെയ്തെടുക്കാം. നല്ല കട്ടി ഉണ്ട് വെച്ചെങ്കിൽ 2 ടേബിൾ സ്പൂണും പാടെ വെള്ളം ചേർത്തി കൊടുക്കാം. അപ്പോൾ ഏകദേശം നമ്മൾ പിന്നെ ഒരു 1/2 കപ്പ് വെള്ളവും അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയും ഇതിക്ക് വെള്ളം ആവശ്യമുള്ളൂ. വെള്ളം ഒരിക്കലും കൂടി പോവരുത്. അപ്പോൾ നമ്മളെ നെയ്യപ്പം ശരിയായി കിട്ടൂല. അപ്പം നമ്മളെ ബാറ്ററി ഏകദേശം ഇതുപോലൊരു കട്ടിയിലാണ് ഉണ്ടാവുക. ഇനി ഇത് നമ്മൾ 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ വെക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ അതിൽ കൂടുതൽ സമയം വെച്ചാൽ അത്രയും നല്ലതാണ്. ഞാൻ 1 മണിക്കൂറിന് ശേഷമാണ് കേട്ടോ പിന്നെ ഇത് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നതൊന്നും ഉണ്ടല്ല, നമ്മളിതിൽ ബേക്കിംഗ് സോഡ മൈദ ഒന്നും ചേർത്താതെയാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം ഞാൻ തുറന്നിട്ടുണ്ട്. അപ്പം നല്ല ഒന്നും പാടൊന്ന് കട്ടിയാവും കേട്ടോ. നമ്മൾ അരച്ച് വെച്ചില്ലേറെ ഒന്നും പാടൊന്ന് കട്ടിയാവും. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലവണ്ണം ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമ്മൾ ഇതിൽ നിന്ന് ഒരു തവി മാവ് എടുത്തിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ കുക്ക് ചെയ്യണം. ഒരിക്കലും തീ കൂട്ടി വെച്ചിട്ട് നെയ്യപ്പം റെഡിയാക്കി എടുത്താൽ ശരിയാവില്ല കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം തീയിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് പൊങ്ങി വന്നാൽ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് എണ്ണ ഒന്ന് തൂവി കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ഒന്നും പാടൊന്ന് പൊങ്ങിയിട്ട് വരും. എന്നിട്ട് കുറച്ച് സമയം അടിവശം ഒന്ന് കുക്കായതിന് ശേഷം ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത്. കുറച്ച് സമയം നമ്മൾ ആ ഭാഗം ആയതിന് ശേഷമാണ് ഞാൻ തിരിച്ചിട്ട് കൊടുക്കാറുള്ളത്. അപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ നെയ്യപ്പത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ തേങ്ങയും ചോറൊക്കെ ചേർത്തിക്കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പാണ്. അരികുവശം നല്ല മൊരിഞ്ഞിട്ടും നടുവശമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നെയ്യപ്പാണ്. അപ്പോൾ ഇതിവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അങ്ങനെ ഞാൻ ആദ്യത്തേത് ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പം എണ്ണ നല്ലവണ്ണം തന്നെ വാർത്തിട്ട് ഇതെടുക്കണേ. അങ്ങനെ ഞാൻ ബാക്കിയുള്ള മാവ് വെച്ചിട്ട് ഇതുപോലെ തന്നെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിലേക്ക് നമ്മൾ അരി എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും പിന്നെ നമ്മൾ എടുക്കുന്ന കപ്പിലോ ഗ്ലാസ്സിലോ നിറച്ചെടുക്കരുത്. അതിൽ കൃത്യമായിട്ട് തന്നെ എടുക്കണേ. അപ്പോഴാണ് നമുക്ക് വെള്ളത്തിൻ്റെ അളവൊക്കെ കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ. അങ്ങനെ ഞാനിവിടെ ചുട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടല്ലേ, എല്ലാ നെയ്യപ്പും ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡ് വശം നമ്മളിങ്ങനെ പൊട്ടിക്കുന്ന സമയത്ത് നല്ല മുരിഞ്ഞിട്ടുമായിട്ട് ഇരിക്കുക.
അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഉൾവശം എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ അതുപോലെയാണ് ഇതിൻ്റെ ഉൾവശം ഉള്ളത്. അപ്പോൾ കണ്ടല്ലോ, നല്ല ആരെടുത്തും സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പമാണ്. അപ്പോൾ ഇതുപോലെ നെയ്യപ്പം തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.